തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലോകമെമ്പാടും ദുഃഖ വെള്ളിയാഴ്ച കൊണ്ടാടപ്പെടുകയാണ്. പാപമില്ലാത്ത മനുഷ്യൻ പാപികൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട അതിദാരുണവും ക്രൂരവുമായ ഒരു സംഭവത്തിൻ്റേതായിട്ടുള്ള ഓർമ്മയുടെ പുതുക്കലാണ് ദുഃഖവെള്ളിയാഴ്ച. അത്യുന്നതനായ ദൈവം തൻ്റെ ഓമനപുത്രനെ മാനവജാതിയുടെ രക്ഷയ്ക്കായിട്ട് ഭൂമിയിലേക്ക് അയച്ചു. എന്നാൽ ഭൂമിയിലെ മനുഷ്യർക്ക് ആശ്വാസവും പ്രത്യാശയും തന്ന് ഇവിടെ അദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് ലോകം നൽകിയത് ഏറ്റവും ഹീനമായ മരണമാണ്. ക്രൂശ് മരണത്തെക്കുറിച്ച് സാധാരണയായി നാം ഇപ്രകാരമാണ് ചിന്തിച്ചത്. ഇതുവരെയും നാം ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ്, ഇനിയും ചിന്തിക്കുന്നതും അതുപോലെയാണ്. പാപികൾക്ക് വേണ്ടി യേശുക്രിസ്തു തൻ്റെ ജീവനെ അർപ്പിച്ചു. പാപത്തിലായിരുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കതിവണ്ണം തൻ്റെ ജീവൻ അവൻ പണയം വെച്ചു. എന്നാൽ അതിലുപരിയായിട്ട് ഒരു മഹത്തായ സന്ദേശം യേശുക്രിസ്തു ലോകത്തിലെ സർവ്വ മനുഷ്യർക്കും വേണ്ടി നൽകി. ഈ ദുഃഖവെള്ളിയാഴ്ച ആഘോഷങ്ങളിൽ ഒരുപക്ഷെ അത് അധികമാരും ചിന്തിക്കുന്നില്ല. മരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യൻ മരണവേദനയിലായിരിക്കുമ്പോൾ ഭൗതികമായ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ല. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മരണത്തിൻ്റേതായിട്ടുള്ള താഴ്വരയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന് അവൻ്റേതായിട്ടുള്ള മറ്റ് ചിന്തകളെക്കുറിച്ച് ഒന്നും ചിന്തിക്കുവാനുള്ള സമയമില്ല. കാരണം അതിവേദനയിലാണ് അവൻ മരണത്തോട് സമീപിക്കുന്നത്. പ്രത്യേകിച്ചും സ്വാഭാവിക മരണമാണെങ്കിൽ ആ വേദനയ്ക്ക് ആശ്വാസമുണ്ടാവും. കാരണം അവയവങ്ങൾ പ്രവർത്തനരഹിതമായി ക്രമേണയാണ് മരണം കടന്നു വരുന്നത്. എന്നാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെടുന്ന മരണം, പീഡനങ്ങളാൽ ശരീരത്തെ തകർത്തുകൊണ്ടുള്ള മരണം, അത് സമ്മാനിക്കുന്നത് ഭയങ്കരവും ഭീകരവുമായ വേദനയാണ്. അങ്ങനെ ഉള്ള ഭയങ്കരവും അതിഭീകരവുമായ ഒരു മരണമാണ് യേശുക്രിസ്തു സഹിക്കേണ്ടി വന്നത്. വളരെയധികം ക്രൂരമായി കർത്താവിനെ പീഡിപ്പിച്ച് ലോകത്തിലെ ഏറ്റവും ഹീനമായ ഒരു മരണമാണ് യഹൂദ സഭ മേലധികാരികൾ കർത്താവിനായിട്ട് സമ്മാനിച്ചത്. ഹീനമായ ക്രൂശ് മരണം. ക്രൂശ് മരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉടനടി ഒരു മരണം സംഭവിക്കുകയില്ല. അതീവ വേദനയിൽ ചിലപ്പോൾ 4-5 ദിവസങ്ങൾ ക്രൂശിൽ കിടക്കേണ്ടി വരും. ഇന്ന് ദയാവധം അല്ലെങ്കിൽ യൂത്തനേഷ്യ എന്നൊക്കെ പറയുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് മരണം സംഭവിക്കുകയാണ്. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാലും ഇങ്ങനെ നീണ്ട പീഡനത്തിനൊരിക്കലും മനുഷ്യനെ അനുവദിക്കുകയില്ല. പക്ഷേ ക്രൂരന്മാരായ അന്നത്തെ റോമൻ ഭരണാധികാരികൾ ഇപ്രകാരമുള്ള ഒരു മരണത്തിൽ ആനന്ദമാണ് കണ്ടെത്തിയിരുന്നത്. പരസ്യമായിട്ട് നഗ്നമായിട്ട് ഇങ്ങനെയുള്ള കുറ്റവാളികളെ, അല്ലെങ്കിൽ ഇപ്രകാരം ക്രൂശ് മരണത്തിന് വിധിക്കപ്പെടുന്ന കുറ്റവാളികളെ ദിവസങ്ങളോളമാണ് മരിക്കുന്നത് വരെ പരസ്യമായിട്ട് അതേ ക്രൂശിലേറ്റിയിരുന്നത്. നമ്മുടെ കർത്താവും അപ്രകാരം ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു മരണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്രയും ആമുഖമായിട്ട് പറയുവാൻ കാരണം, ഇപ്രകാരം മരണവേദന അനുഭവിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റ് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയുവാനോ ചിന്തിക്കുവാനോ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും വിഭാവനം ചെയ്യാനോ സാധ്യമല്ല. എന്നാൽ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ 7 മൊഴികൾ നൽകിയതായിട്ട് നാം വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ക്രൂശിൻ്റെ ചുവട്ടിൽ ആരുമില്ലായിരുന്നു. ആരുമില്ല എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ 3 മറിയമാരുണ്ട്. കർത്താവിൻ്റെ അമ്മ മറിയ, മഗ്ദലക്കാരത്തി മറിയ, ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയ, തൻ്റെ മാതാവിൻ്റെ സഹോദരിയാണ്. കൂടാതെ താൻ സ്നേഹിച്ച തൻ്റെ ശിഷ്യൻ യോഹന്നാൻ. ഇവരത്രയും പേർ മാത്രമേ ആ ക്രൂശിൻ്റെ ചുവട്ടിലുള്ളൂ. തനിക്ക് വേണ്ടി ജീവൻ വെക്കാമെന്ന് വാക്ക് പറഞ്ഞവരൊക്കെയും ശിഷ്യന്മാരൊക്കെയും ഓടിയൊളിച്ചു.
അങ്ങനെ ശാരീരികവും മാനസികവുമായി തകർന്ന അവസ്ഥയിൽ ഏലോയ് ഏലോയ് ലമാ ശബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് നിലവിളിച്ച ഒരു സാഹചര്യം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. കാരണം അവൻ തകർന്ന് തരിപ്പണമായി, എല്ലാം നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഹീനമായിട്ട് പീഡിപ്പിക്കപ്പെട്ട്, ഏറ്റവും അധികം അപഹസിക്കപ്പെട്ട്, അപമാനത്താൽ ക്രൂശിൽ കിടക്കുകയാണ്. മരണത്തിൻ്റെ വേദന വർണ്ണിക്കുവാൻ കഴിയാത്ത തീവ്രതയിലായിരിക്കുമ്പോഴും യേശു ക്രിസ്തു ലോകത്തിന് തന്ന ഒരു വലിയ സന്ദേശം ആ ക്രൂശിൽ നിന്ന് തൻ്റെ 5-ാം മൊഴിയിൽ നമുക്ക് കേൾക്കുവാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് നോക്കുവാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അരികിൽ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യയായ മറിയയും മഗ്ദല മറിയവും നിന്നിരുന്നു. ആ മരണത്തിൻ്റെ നിമിഷങ്ങളിൽ യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു. കർത്താവ് വ്യക്തമായി കൃത്യമായി പറഞ്ഞ വചനങ്ങളാണ് നാം കേട്ടത്. സർവ്വലോകത്തിനും മാതൃകയായി, ചൂണ്ടുപലകയായി, എന്നെന്നും സൂക്ഷിക്കാവുന്ന, എന്നെന്നും സ്മരിക്കാവുന്ന, എന്നെന്നും സൂക്ഷിക്കേണ്ട ഒരു വലിയ തത്വം കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഞാനത് പറയുമ്പോൾ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കാത്തവരും ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചിന്തിക്കാത്തവരും ദുഃഖിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലയളവിലാണ് നാം മുൻപോട്ട് പോകുന്നത്. അമ്മമാരെ മൃഗീയമായി കൊലപ്പെടുത്തുകയും സഹോദരങ്ങളെ കൊലപ്പെടുത്തുകയും, കൊലപാതകം എന്ന് പറയുന്നത് നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അനുദിന പത്രപംക്തികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 2000 കൊല്ലങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു എങ്ങനെയാണ് മനുഷ്യൻ തൻ്റെ അമ്മയെ സൂക്ഷിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത്, കരുതേണ്ടത് എന്ന് ക്രൂശിൻ്റെ മുകളിൽ കിടന്നുകൊണ്ട്, ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അതേ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ ലോകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അമ്മയോടുള്ള സ്നേഹം എത്രമാത്രമാണ്. താൻ ദൈവത്തിൻ്റെ പുത്രനാണ്. തനിക്ക് അപ്രകാരം തൻ്റെ മാതാവിനെ മറ്റൊരാളെ പറഞ്ഞേൽപ്പിക്കേണ്ട കാര്യമില്ല. താൻ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഞാൻ ഇരിക്കും. എല്ലാ കാര്യവും നേരത്തെ പ്രവചിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പ്രവാചകന്മാർ നൂറ്റാണ്ടുകളായി പ്രവചിക്കപ്പെട്ട കാര്യങ്ങൾ അത് ഓരോന്നോരോന്ന് പ്രാവർത്തികമാവുകയാണ്. തൻ്റെ ജീവിതം അവസാനിക്കുവാൻ പോകുന്ന നിമിഷങ്ങളിൽ ഒരു കാര്യം മാത്രം താൻ നോക്കുകയാണ്. തൻ്റെ അമ്മ, തന്നെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ തൻ്റെ മാതാവ്, താൻ ദൈവമായിരിക്കാം, ദൈവപുത്രനായിരിക്കാം, പക്ഷേ ആ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും ബഹുമാനവും യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ആ അവസാന നിമിഷവും തൻ്റെ അമ്മയെക്കുറിച്ചുള്ള കരുതൽ, ആ കരുതലിൽ ആ അമ്മയെ താൻ ഏറ്റവും സ്നേഹിച്ച ആ ശിഷ്യനെ പരമേൽപ്പിക്കുകയാണ്. ഇത് നമുക്ക് മാതൃകയാകണം. ജാതിമത ഭേദമന്യേ സർവ്വലോകത്തിനും മാതൃകയായിട്ട് കർത്താവ് കാണിച്ച കാര്യമാണ് ഈ ദുഃഖവെള്ളിയാഴ്ച. അപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച നാം പാപമോചനത്തിനായിട്ട് കർത്താവ് ജീവൻ വെച്ച കാര്യമൊക്കെ സ്മരിക്കുമ്പോൾ അതിലുപരിയായിട്ട് എങ്ങനെയാണ് കുടുംബബന്ധങ്ങൾ നടത്തേണ്ടതെന്നും, എങ്ങനെയാണ് നാം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ നാം സൂക്ഷിക്കേണ്ടത്, പെരുമാറേണ്ടതെന്നും യേശു ക്രിസ്തു വിളിച്ചു പറയുന്ന ഒരു വലിയ ദിവസം കൂടിയാണിന്ന്. കാരണം നാം നോക്കുമ്പോൾ വർഷങ്ങൾ കഴിയും തോറും ഏറ്റവും ഹീനമായി മാതാപിതാക്കന്മാരെ കൊന്നൊടുക്കുന്ന, കൊലപാതകത്തിന് യാതൊരു വിധത്തിലുള്ള മടിയുമില്ലാത്ത ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പെറ്റു വളർത്തിയ പിഞ്ചോമനകൾ അതേ ഭയാനകമായി പൈശാചികമായ രീതിയിൽ മാതാപിതാക്കന്മാരെ കൊന്നൊടുക്കുന്ന വാർത്തകൾ നാം കാണുകയും ചിലപ്പോൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ദൈവഭയത്തിലും ഭക്തിയിലും നാം വളർത്തുമ്പോഴാണ് അവർക്ക് നമ്മോടുള്ള ആദരവും സ്നേഹവും ഉണ്ടാകുന്നത്. ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ലോകത്തിൻ്റെ മോഹങ്ങളിലുമൊക്കെയും മുൻപോട്ട് പോകുമ്പോൾ, നമ്മുടെ മക്കളും അതേ അവസ്ഥയിൽ മുൻപോട്ട് പോകുമ്പോൾ
ആധുനിക ലോകത്തിൻ്റേതായിട്ടുള്ള മ്ലേച്ഛകളും മോഹങ്ങളും അവരുടെ ജീവിതത്തെ കീഴടക്കുമ്പോൾ അവർക്ക് മാതാപിതാക്കന്മാരോടുള്ള സ്നേഹവും ബഹുമാനവും നഷ്ടപ്പെടുകയാണ്. പണത്തിന് വേണ്ടിയുള്ള അത്യാർത്തി പിശാച് അവരുടെ ഹൃദയങ്ങളിൽ സൃഷ്ടിക്കുമ്പോൾ പിന്നീട് അവിടെ അതിന് നടുവിൽ മറ്റൊന്നുമില്ല. കൊല ചെയ്ത് ക്രൂരമായി പീഡിപ്പിച്ച് അതേ മുൻപോട്ട് പോകുന്ന യുവതലമുറയാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയാഴ്ച നാം ആചരിക്കുമ്പോൾ നമ്മളുടെ മക്കളെ ദൈവഭക്തിയിലും ഭയത്തിലും വളർത്തുവാൻ നമുക്ക് കഴിയണം. മാതാപിതാക്കന്മാരെന്നുള്ള നിലയിൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഹീനമായ കൃത്യങ്ങളെക്കുറിച്ച് പഴി പറയുക മാത്രമല്ല, അങ്ങനെ പഴി പറയുന്നത് ശരിയാണെങ്കിൽ പോലും ആ പഴിക്ക് ഉത്തരവാദികൾ മാതാപിതാക്കന്മാർ കൂടിയാണ്. പലപ്പോഴും കൊലപാതകം നടന്നതിനെക്കുറിച്ച് മാത്രമേ നാം ചിന്തിക്കാറുള്ളൂ. എന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിലാണ് അപ്രകാരമുള്ള മൃഗീയമായ ഹീനമായ മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ തകർത്ത് കളയുന്ന ആ ക്രൂരകൃത്യങ്ങൾ നടന്നതെന്ന് അധികമാരും ചിന്തിക്കാറില്ല. ഔദ്യോഗികമായ അധികമാരും മുൻകാല ജീവിതങ്ങളെക്കുറിച്ചോ പ്രവൃത്തികളെക്കുറിച്ചോ അന്വേഷിക്കാറില്ല. എന്നാൽ ഇന്ന് ഇവിടെ യേശു ക്രിസ്തു കാണിച്ച മഹത്തായ മാതൃക, തൻ്റെ അന്ത്യനിമിഷത്തിൽ പോലും തൻ്റെ അമ്മയെ കരുതുന്ന ആ വലിയ അവസ്ഥ, താൻ ദൈവപുത്രനാണ്, മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്, ലോകത്തിലെ അനേക അമ്മമാർക്ക് ആശ്വാസം പകർന്നവനാണ്. ആ കർത്താവ് താൻ മരിക്കുന്നതിന് മുൻപ് ഈ ഭൂമിയിലെ തൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത്. അവൻ സ്വർഗത്തിലെ ദൈവമായിട്ടല്ല, ഭൂമിയിൽ ജനിച്ചു വളർന്ന ഒരു മകനെന്നുള്ള നിലയിൽ ആ വലിയ ഉത്തരവാദിത്വം തൻ്റെ അമ്മയെ സംരക്ഷിക്കുവാൻ തനിക്ക് പൂർണ്ണമായ ഉറപ്പുള്ള തൻ്റെ വിശ്വസ്ത ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിക്കുകയാണ്. നമുക്ക് പലപ്പോഴും അങ്ങനെ പ്രകാരം ചിന്തിക്കുവാൻ നമുക്ക് കഴിയാറില്ല. കാരണമെന്ന് പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഭാരങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ പ്രായം കൂടി വരുന്ന നമ്മുടെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുവാൻ പലപ്പോഴും ഇന്നത്തെ ലോകത്തിൽ പലർക്കും വൈമുഖ്യമാണ്. എന്നാൽ ഇവിടെ യേശു ക്രിസ്തു തൻ്റെ അവസാന നിമിഷങ്ങളിൽ തൻ്റെ അമ്മയെ തൻ്റെ വാത്സല്യ ശിഷ്യനെ ഏൽപ്പിക്കുന്നത് നമുക്ക് മാതൃകയാകണം. ക്രൂശിൽ നിന്ന് ഒരുപാട് പ്രസംഗങ്ങൾ ക്രൂശിലൊക്കെ കേൾക്കും. പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സാക്ഷിക്കൊരു മാറ്റം വരുത്തുന്ന ആർദ്രതയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരുണയുടെയുമായിട്ടുള്ള ഒരു വലിയ സന്ദേശം ഇന്ന് ക്രൂശിൽ നിന്ന് നാം കേൾക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുവാനുള്ള ആ വലിയ ആഹ്വാനം നമുക്ക് ഏറ്റെടുക്കാം. അപ്രകാരം ആ ശിഷ്യൻ മാതാവിനെ സ്വീകരിച്ചു. ചരിത്രം പറയുന്നത് പരിശുദ്ധ മാതാവ് 59-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടു എന്നാണ്. അതായത് 11 വർഷം കർത്താവിൻ്റെ മരണശേഷം, ക്രൂശിൽ തറച്ച ശേഷം 11 വർഷം കഴിഞ്ഞാണ് മാതാവ് എടുക്കപ്പെട്ടത്. അപ്പോൾ കർത്താവ് അതിനുവേണ്ടി തൻ്റെ ശിഷ്യനെ ഏൽപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ചരിത്രത്തിൽ നാം കാണുന്നത് അപ്രകാരം 11 വർഷം കഴിഞ്ഞ് മാതാവ് ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടു എന്നാണ്. ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളൊരു കാര്യം, ഈ ഗുഡ് ഫ്രൈഡേ, ഈ നല്ല വെള്ളിയാഴ്ച യേശു ക്രിസ്തു നമുക്ക് തരുന്ന ഏറ്റവും വലിയ മാനവരാശിക്ക് മൊത്തമായി നൽകുന്ന ഈ സന്ദേശം നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും അവരെ പരിപാലിക്കുവാനും തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ യേശു ക്രിസ്തു കാണിച്ച മാതൃക ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് സ്വീകരിക്കാം. മാതാപിതാ ഗുരുദൈവം ഇത് ലോകത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അന്തസത്തയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നേറുവാൻ തക്കതിനുവണ്ണം നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.